സോ ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ആദ്യത്തെ എപ്പിസോഡ് എന്ന് വെച്ചാൽ ഡേ 1 പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. സോ ഡേ 1 പ്രോഗ്രാം വളരെ മനോഹരമായിട്ട് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. കാരണം 11 മണിയായി, ഡാൻസും തുള്ളലും ബഹളമൊക്കെ തുടങ്ങിയപ്പോഴത്തേക്കും. ആദ്യത്തെ ദിവസമായതുകൊണ്ട് ബിഗ് ബോസ് വിചാരിച്ചിട്ടുണ്ടാവും കിടന്നുറങ്ങട്ടെ പിള്ളേർ, കുറച്ച് നേരം കിടന്നുറങ്ങട്ടെ, എന്തിനാ വെറുതെ ഇപ്പോഴേ കുത്തി പൊക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ്, ഡാൻസ് എല്ലാം കഴിഞ്ഞ്, ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞ്, ചെറിയ പൊട്ടിത്തെറിയും ബഹളമൊക്കെ കഴിഞ്ഞു. ഈ ബാൻഡിൻ്റെ കേസിലൊക്കെ ഇച്ചിരി വഴക്കും ബഹളമൊക്കെ ഉണ്ടായി. അതൊക്കെ ക്ഷമിച്ചു ബിഗ് ബോസ് അല്ലേ. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ എന്താ ചെയ്തു ഇവർ. അത് കഴിഞ്ഞ് ഇവർ ഈ നമ്മുടെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന ഒരു ചെറിയൊരു പരിപാടി അവർ പ്ലാൻ ചെയ്തു. അപ്പം ഞാൻ ഓൾറെഡി നമ്മുടെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് വീണ്ടും പറഞ്ഞ ഒരു ആവർത്തന വിരസതയിലേക്ക് പോണില്ല. സോ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ നോമിനേഷൻ, അതായത് എതിരെ നെഗറ്റീവായിട്ട് വന്നത്. അപ്പം അതായത് നിങ്ങൾക്ക് ക്യാപ്റ്റൻ ആകണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരാൾ ആരാണ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഏറ്റവും കൂടുതൽ അത് സെലക്ട് ചെയ്യുന്ന പ്രക്രിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷേവിംഗ് ക്രീം ഇല്ലേ, ഷേവിംഗ് ക്രീം മുഖത്ത് തേക്കുക, അത് തൂത്ത് കളയുക, ഗ്ലാസ്സൊക്കെ വെക്കുക, അങ്ങനത്തെ കുറച്ച് പരിപാടി. അപ്പോൾ ഷേവിംഗ് ക്രീം മുഖത്ത് തേക്കുന്നവനെ, മുഖത്ത് പറ്റിച്ച് തേക്കുന്നവനായിരിക്കണം ഇവൻ ക്യാപ്റ്റൻ ആകാൻ പാടില്ല എന്നുള്ള തീരുമാനം. സോ ആദ്യമേ ഷാരികയാണ്, അനീഷാണ് ആദ്യം വന്നത്. അപ്പോൾ അനീഷ് ഷാരികയുടെ പേര് പറഞ്ഞു, ഷാരിക അനീഷിൻ്റെ പേര് പറയുന്നു. അങ്ങനെ കുറേ പേര് അനീഷിൻ്റെ പേര് തന്നെ പറഞ്ഞു. അപ്പോൾ അനീഷ് ശരിയാവത്തില്ല. ഇവൻ ഒന്ന് വിഷ് ചെയ്യാൻ പറഞ്ഞാൽ, ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യാൻ പറഞ്ഞാൽ അവൻ വിഷ് ചെയ്യത്തില്ല. അവൻ ഒരു തരത്തിലുള്ള ആറ്റിറ്റ്യൂഡ് ഇല്ല, ഒരു റെസ്പോൺസ് ഇല്ല. അവനവനെ തോന്നിയ പോലെ കോർണറിങ് ചെയ്യുന്നു, അല്ലെങ്കിൽ കോർണറിങ് അല്ല, അവൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഗെയിം കളിക്കുന്നു, ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്നു എന്നൊക്കെയുള്ള ഒരു കുറ്റപ്പെടുത്തലുകൾ. അവസാനം ബിഗ് ബോസ് ഒരു മാസ് ഡയലോഗും വിട്ടു, ഇത് ബിഗ് ബോസ് സീസൺ 7 ആണ്, ഇവിടെ 7 പണി കിട്ടില്ലേ എന്നറിയില്ലേ. സോ ഏറ്റവും കൂടുതൽ ഷേവിംഗ് ക്രീം മുഖത്ത് തേച്ചവൻ തന്നെ ആയിരിക്കട്ടെ ഇന്നത്തെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ക്യാപ്റ്റനാക്കി. ബാക്കിയുള്ളവരും ചമ്മിപ്പോയി. എല്ലാവരുടെയും മുഖം കാണണം പെണ്ണേ, എസ്പെഷ്യലി നമ്മുടെ അപ്പാനി ശരത്തിനെയൊക്കെ മുഖം ഇങ്ങനെ വല്ലാണ്ടായി, എന്നാൽ ഈ നാറിക്കാണല്ലോ എന്നുള്ള രീതിയിൽ. ഓക്കെ, സോ അങ്ങനെ നമ്മുടെ അനീഷ് ബ്രോ ക്യാപ്റ്റനായി കഴിഞ്ഞിട്ട് പിന്നെയും കുറച്ച് ബഹളവും വഴക്കും അടിപിടിയും ഇച്ചിരി ഈ പുന്നാരവും വർത്താനവും എല്ലാം കഴിഞ്ഞിട്ട് അടുത്ത ടാസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോമിനേഷൻ. ആദ്യത്തെ നോമിനേഷൻ 2 പേരെ നോമിനേറ്റ് ചെയ്യുക, കാരണങ്ങൾ പറയാം. അങ്ങനെ ആദില, നൂറ ഉൾപ്പെടെയുള്ള ആളുകൾ അവർ ഒരു 2 ശരീരം ഒരു മനസ്സുമാണല്ലോ. സോ അവരുൾപ്പെടെയുള്ള ആളുകൾ പേരുകൾ പറഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞത് നമ്മുടെ ശൈത്യയുടെയാണ്, നമ്മുടെ ഡാൻസർ ശൈത്യ, അഡ്വക്കേറ്റ് ശൈത്യ. ഈ ശൈത്യയുടെ പേര്, അപ്പോൾ എനിക്ക് തോന്നുന്നത് ശൈത്യയുടെ കാര്യം ഏകദേശം തീരുമാനമായി. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ ഇച്ചിരി സ്റ്റഫുള്ള ആളുകളാണ്. രഞ്ജിത്തിൻ്റെ പേരുണ്ട്, പിന്നെ ആര്യൻ്റെ പേരുണ്ട്, അനുമോളുടെ പേരുണ്ട്, ഷാരികയുടെ പേരുണ്ട്, രേണുവിൻ്റെ പേരുണ്ട്. 5 വോട്ടുകളായ രഞ്ജിത്തുണ്ട്. അപ്പോൾ മുൻഷി രഞ്ജിത്തിന് അങ്ങനെ പെട്ടെന്ന് ഔട്ടാവാൻ ചാൻസസ് ഇല്ല. കാരണം ഐ തിങ്ക് ഹീസ് എ ഗെയിമർ. അപ്പം എനിക്ക് തോന്നി. പക്ഷേ ശൈത്യയുടെ കേസിൽ എനിക്ക് ഒരു ഡൗട്ടുണ്ട്, ശൈത്യ ഔട്ടാവാനായിട്ടുള്ള എല്ലാ സാധ്യതകളുണ്ട്. ഇതൊരു ഗെസ്സിങ് ആണ്, പ്രഡിക്ഷനാണ്, എനിക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പാടും. സോ ശൈത്യ പോസിബിളി ഷി വിൽ ബി ഔട്ട് ദിസ് നെക്സ്റ്റ് വീക്ക് എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ശൈത്യയുടെ കേസിൽ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ കുറ്റം പറയുന്ന ആളുകളുണ്ടായിരുന്നു ഇവിടെ. അപ്പം ഇതിനകത്ത് നമ്മുടെ സരിക നോമിനേറ്റ് ചെയ്തതിൽ ഒരാൾ നമ്മുടെ ആര്യനാണ്. ഈ ആര്യൻ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം ഈ സരിക പറഞ്ഞത് ഇച്ചിരി നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. കാരണം അതിനകത്ത് ഇയാളുടെ ഒരു ക്യാരക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്. ആര്യൻ്റെ ഇവനൊരു ചെറുപ്പക്കാരനാണ്, നല്ല ലുക്കൊക്കെയാണ്, പക്ഷെ ഇവൻ പെണ്ണുങ്ങളോടുള്ള സമീപനം ശരിയല്ല എന്നാണ് പറഞ്ഞത്. അതായത് ഇയാൾ കലാഭവൻ സരിക കൈ കൊടുക്കാൻ പോയപ്പോഴത്തേക്ക് കെട്ടിപ്പിടിച്ചോളാൻ പറഞ്ഞു, ബാക്ക് പിടിച്ചോളാൻ പറഞ്ഞു, അങ്ങനെയൊക്കെ പിടിക്കാൻ പറഞ്ഞു. അത് മാത്രമല്ല ഇവന് ഇന്നറിൻ്റെ കേസിൽ ഇവനെന്തോ ചെറിയ വഴക്കുണ്ടായി, അത് ലൈവിൽ കാണിച്ചായിരുന്നു. അത് നമ്മുടെ 9:30 10:30 ഷോയിൽ കാണിച്ചില്ല. സോ അങ്ങനെയും ആര്യൻ ഇച്ചിരി പെൺവിഷയത്തിൽ ഇച്ചിരി കൺട്രോൾ വിട്ടുള്ള അവൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് സ്വഭാവം അത് ശരിയല്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. മേ ബി ചിലപ്പോൾ അവനങ്ങനെ ആയിരിക്കില്ല, ചിലപ്പോൾ അവൻ്റെ സ്ട്രാറ്റജി ആയിരിക്കാം. നമ്മുടെ ലാലേട്ടൻ ഫസ്റ്റിൽ പറഞ്ഞ പോലെ, മോനെ നീ ലവ് സ്ട്രാറ്റജി ഇറക്കാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഒരു ചിരിയോടുകൂടി ചെറുപുഞ്ചിരോടുകൂടെ ചോദിച്ചായിരുന്നു ലാലേട്ടൻ. അപ്പോൾ അത് നടപ്പിലാക്കാനുള്ള സാധ്യത ഇവൻ കാണുന്നുണ്ട്. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ഷാനവാസിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കഥാപാത്രമുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ ഗിസൈലാണ്. ഗിസൈലിൻ്റെ ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ടുള്ള നിപ്പും അവളുടെ ഒരു എക്സ്പോസീവ് ആയിട്ടുള്ള കേരള സംസ്കാരത്തെ അത് എതിർക്കുന്നതാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. എൻ്റെ പൊന്ന് ഷാനവാസെ, നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? നീ ഇട്ടിരിക്കുന്ന നിക്കറല്ലേ, എന്നാൽ നീ പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് പാടാം, അല്ലെങ്കിൽ തൊപ്പി ഇട്ടുകൊണ്ട് പാടാം, നിൻ്റെ മുടിയും കാണണ്ട, വേണേൽ കഴുത്തിലൊരു തുവാലം ഇട്ടു, എൻ്റെ കഴുത്ത് വരും കാണണ്ട. അവരുടെ സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടം, അവരുടെ കൾച്ചറാണ്. ബോംബെ അല്ലെങ്കിൽ അവർ ജീവിച്ചതാണ്, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ വസ്ത്രധാരണം നടത്തുന്നത്. നീ മൈൻഡ് ചെയ്യണ്ട, നീ മുഖത്തേക്ക് നോക്കിയാൽ, നീ വേറെ അടുത്തേക്ക് നോക്കണം. എന്തിനാണ്?
അതുകൊണ്ട് അത് ശരിയായില്ല, ഒരുമാതിരി തന്ത വൈബ് ടൈപ്പ് സാധനമാണ്. സോ ഇറ്റ്സ് ഹെർ ഫ്രീഡം, ഹെർ ബോഡി, ഹെർ സ്റ്റൈൽ, എങ്ങനെ വസ്ത്രധാരണം നടത്തണമെന്നുള്ള കാര്യം. സോ അതാണ് നമ്മുടെ ഷാനവാസിക്ക് ഇഷ്ടപ്പെടാഞ്ഞത്. സോ ഷാനവാസിക്ക് പറഞ്ഞു അത് നമ്മുടെ സംസ്കാരത്തിന് ചേരുന്നതല്ല. സോ സംസ്കാരത്തിന് ചേർന്ന ചട്ടയും മുണ്ടോ അല്ലെങ്കിൽ സാരി ഉടുത്ത് വേണം എല്ലാവരും വരാനെന്നാണ് ഒരു ബസ് ഷാനവാസിക്കയുടെ ഒരു ആഗ്രഹം. സോ അങ്ങനെ ഇവർ ഡിന്നറെല്ലാം കഴിച്ചു. നമ്മുടെ ഉനിയൽ ഡിന്നറെല്ലാം നന്നായിട്ടുണ്ടാക്കി സഹായിച്ചു. എല്ലാവരും കൃഷ്ണാംഗം കഴിച്ചു. ഇനി എല്ലാവരും ഉറങ്ങുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വഴക്കുണ്ടായി കേട്ടോ. നമ്മുടെ രേണു ചേച്ചിക്ക് തലവേദന എടുത്തതിന് മരുന്ന് മേടിക്കണമെന്ന് നമ്മുടെ ക്യാപ്റ്റൻ സാറായിട്ടുള്ള അനീഷ് പറഞ്ഞില്ല. അത് പിന്നീട് പറഞ്ഞു. അപ്പോഴാണ് ഷാനവാസിക്ക് വീണ്ടും തലവേദന എടുത്തത്. ആ തലവേദന എടുത്ത കാര്യം എന്തുകൊണ്ട് എൻ്റെ മരുന്നിൻ്റെ കാര്യം പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അറിഞ്ഞും പുറഞ്ഞും ബഹളം. ഇടയ്ക്ക് നമ്മുടെ അഭിലാഷ് കിടന്ന് റേസ് ചെയ്യുന്നു, രേണുവിനോട് ബഹളം വയ്ക്കുന്നു, രേണു അഭിലാഷോടെ വഴക്കിടുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ക്യാപ്റ്റൻ വരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ഷാനവാസിക്കയും അക്ബറിക്കയും കൂടെ ഇടപെടുന്നു. അക്ബറും ബഹളം, ഷാനവാസും ബഹളം, അങ്ങനെ അജാക അടി. വഴക്കുണ്ടാക്കാൻ വേണ്ടി വഴക്കുണ്ടാക്കിയതാണെന്ന് പറയത്തേയില്ല. സോ ആ രീതിയിലാണ് ബിഗ് ബോസ് സീസൺ 7 പോകുന്നത്. ഒരു കാര്യമുണ്ട്, എനിക്ക് ഇന്നത്തെ ഡേ 1-ലെ കോണ്ടസ്റ്റൻസിനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തോന്നിയ ഒരു ഫീലുണ്ട്. ആരും മോശക്കാരല്ല കണ്ടസ്റ്റൻസ്, ആരും പാഴകളുമല്ല, ആരും വാഴകളുമല്ല. എന്നാൽ ആരും തന്നെയും ഒരു ഹൈ HNI അല്ല, ഒരു ഹൈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ ടാലൻ്റ് ആയിട്ടുള്ള ആരും തന്നെ ഇല്ലയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ആളുകളെ പറഞ്ഞു വിടാനും പെട്ടെന്ന് ഒരാൾ ആര് ജയിക്കുമെന്ന് ഗസ് ചെയ്യാനും പാടാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നത്. കമൻറ്റ് ബോക്സൊക്കെ 0 ആയിട്ടാണ് കിടക്കുന്നത്. സോ അതൊന്ന് രേഖപ്പെടുത്താം. എന്താണ് നിങ്ങളുടെ ഫീൽ? ലൈക്ക് ശരിയല്ലേ പറഞ്ഞത്? അത് ഒരു എക്സ്ട്രാ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എല്ലാവരും ഉണ്ട്, ടാലൻറ്റഡ് ആയിട്ടുള്ള ഇഷ്ടം പോലെ ആളുകളിനകത്തുണ്ട്. ഞാൻ 1-2 പേരുകൾ മാത്രം പറയാൻ ആഗ്രഹിക്കുന്നില്ല. സോ എന്തായാലും സീസൺ 7-ൻ്റെ ഡേ 1-ൻ്റെ പര്യവസാനം ആണ്. സോ അടുത്ത വിശേഷമായി നമുക്ക് നാളെ കാണാം. തൽക്കാലം ബൈ.